കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എം.കോം വിദ്യാർത്ഥികൾക്ക് 2021 ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ടാക്സ് പ്ലാനിംഗ് 1 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദി ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് ഓഫ് മിസ് മിനാൽ ഭട്നാഗർ കാൽക്കുലേറ്റ് ഹെർ ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2020-21. Net salary 6,68,000, business income 1,83,000, royalty on CBSE books 66,000, rent from house property 36,000, dividend from Indian company 28,500, bank interest on time deposit 16,600, income of minor child 15,500, long term capital gain 28,000, contribution to PPF 40,000, life insurance premium paid 26,000, medical insurance premium paid in check 32,000, donation to National Defence Fund by check rupees 10,000. ഇത്രയുമാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ടോട്ടൽ ഇൻകവും അതേപോലെ ടാക്സ് ലയബിലിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ ഇൻകമാണ്. ഓക്കെ, കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകമാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഓരോ ഐറ്റംസിനെയും ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നിട്ടുള്ള എന്താണ്, നെറ്റ് സാലറിയാണ്. ഓക്കെ, അപ്പോൾ ഇൻകം ഫ്രം സാലറി എത്ര വരും, 6,68,000 ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ അടുത്ത ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്ന ഐറ്റംസ് തന്നിട്ടുണ്ട്. അതായത് റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്. റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി പറഞ്ഞിട്ടുള്ളത്, 36,000 ആണ്. ഇപ്പോൾ റെൻറ്റ് തന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ മുനിസിപ്പൽ ടാക്സ് ഉണ്ടെങ്കിൽ മുനിസിപ്പൽ ടാക്സ് കുറക്കണം. അപ്പോൾ ഇവിടെ മുനിസിപ്പൽ ടാക്സ് തന്നിട്ടില്ല. മുനിസിപ്പൽ ടാക്സ് തരാത്ത സ്ഥിതിക്ക് ഈ റെൻറ്റിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം, ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇതിൽ നിന്നും ആനുവൽ വാല്യൂയിൽ നിന്നും 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മൈനസ് ചെയ്യണം. ഓക്കെ, 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമ്മൾ മൈനസ് ചെയ്യണം. അതായത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതായത് 36,000-ൻ്റെ 30% നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 10,800 എന്ന എമൗണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ 36,000-ൽ നിന്നും 10,800 നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 25,200 എന്ന് നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ വാല്യൂ കിട്ടും. ഇനി അടുത്ത ഹെഡ് വരുന്നത് ഏതാണ്, ബിസിനസ് ഇൻകം ആണ്. അപ്പോൾ ഇൻകം ഫ്രം ബിസിനസ്. ഓക്കെ, ബിസിനസ് ഇൻകം നമ്മുടെ ക്വസ്റ്റ്യനിൽ ബിസിനസ് ഇൻകം പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്, 1,83,000 ആണ് ബിസിനസ് ഇൻകം പറഞ്ഞത്. അതങ്ങനെ തന്നെ നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ബിസിനസ് ഇൻകം കഴിഞ്ഞാൽ ഏതാണ്, ക്യാപിറ്റൽ ഗെയിൻ ആണ്. അടുത്ത ഹെഡ് വരുന്നത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ ഗെയിന് എന്ത് പറഞ്ഞിട്ടുണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന്, 28,000 ആണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ വാല്യൂ തന്നത്. ഓക്കെ, ഇനി അടുത്ത ഹെഡ് വരുന്നത് എന്താണ്, ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഓക്കെ, ഇൻകം ഫ്രം അതർ സോഴ്സസിൽ ഇവിടെ വരുന്ന ഏതൊക്കെയാണ്, ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി പറഞ്ഞിട്ടുണ്ട്. ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി നേരത്തെ ഇത് എക്സംപ്റ്റഡ് ആയിരുന്നു, പക്ഷെങ്കിൽ ഇപ്പോൾ ഇതെന്താണ്, ടാക്സബിൾ ആണ്. ഇപ്പോൾ ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി 28,500. അതേപോലെ ബാങ്ക് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് ഇൻട്രസ്റ്റ് തന്നിട്ടുള്ളത് എത്രയാണ്, 16,600 ആണ് ബാങ്ക് ഇൻട്രസ്റ്റ് തന്നിട്ടുള്ളത്. പിന്നെ റോയൽറ്റി ഓൺ ബുക്സ് പറഞ്ഞിട്ടുണ്ട്. റോയൽറ്റി ഓൺ ബുക്സ് CBSE ബുക്സ് എന്നാണ് പറഞ്ഞത്. റോയൽറ്റി ഓൺ CBSE ബുക്സ് 66,000 ആണ് പറഞ്ഞത്. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇൻകം ഓഫ് മൈനർ ചൈൽഡ് പറഞ്ഞിട്ടുണ്ട്. ഈ മൈനർ ചൈൽഡിൻ്റെ ഇൻകം നമ്മൾ
ഡീംഡ് ഇൻകം എന്നും പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അത് ഈ ഒരു പാരൻറ്റിൻ്റെ ഇൻകത്തിൻ്റെ കൂടെ ക്ലബ്ബ് ചെയ്യപ്പെടും. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എത്രയാണ്? 15,500 മൈനർ ചൈൽഡിൻ്റെ ഇൻകം പറഞ്ഞിട്ടുള്ളത്. മൈനർ ചൈൽഡിൻ്റെ ഇൻകം ക്ലബ്ബ് ചെയ്യുന്ന സമയത്ത് 1,500 എക്സംഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എത്ര വരും? 14,000 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻകം ഫ്രം അതർ സോഴ്സസിൽ ഏതൊക്കെ വരും? ഡിവിഡൻഡ് വരുന്നു, ബാങ്ക് ഇൻട്രസ്റ്റ്, റോയൽറ്റി, അതേപോലെ ഡീംഡ് ഇൻകം. ഓക്കെ, ഇതിനെയൊക്കെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 1,25,100 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാ ഹെഡിലെയും ഇൻകംസ് നമ്മൾ കാണിച്ചു, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. ഓക്കെ, അതായത് 6,68,000, 25,200, 1,83,000, 28,000, 1,25,100. ഇതിനെ നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 10,29,300 എന്ന് കിട്ടും. ഓക്കെ, ഈ കിട്ടിയിരിക്കുന്നത് എന്താണ്? ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് ഈ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഗ്രോസ് ടോട്ടൽ ഇൻകം, GTI, ഗ്രോസ് ടോട്ടൽ ഇൻകം. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും നമ്മൾ ഡിഡക്ഷൻസ് മൈനസ് ചെയ്യണം. ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U മൈനസ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്ന ഡിഡക്ഷൻസിനെ നമ്മൾ കാണിക്കണം. ഓക്കെ, അതിൽ ഡിഡക്ഷനിൽ കോൺട്രിബ്യൂഷൻ ടു RPF പറയുന്നുണ്ട്. RPF എന്ന് പറയുന്നത് ഏതാണ്? 80C ആണ് കോൺട്രിബ്യൂഷൻ ടു RPF. ഓക്കെ, അതേപോലെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും 80C ആണ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്നതും. അപ്പോൾ ഇവിടെ കോൺട്രിബ്യൂഷൻ ടു PPF പറയുന്നത് 40,000 ആണ്. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പറയുന്നത് എത്രയാണ്? 26,000 ആണ്. അപ്പോൾ 40,000 പ്ലസ് 26,000. ഓക്കെ, അതായത് മൊത്തം 80C എത്ര വരും? 66,000 ഡിഡക്ഷൻ വരും. ഇനി അതേപോലെ നമ്മുടെ ക്വസ്റ്റ്യനിൽ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പറയുന്നുണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്നത് എത്രയാണ്? 80D ആണ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ കേസിൽ ഡിഡക്ഷൻ വരുന്നത് എങ്ങനെയാണ്? മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ കേസിൽ ഡിഡക്ഷൻ നമുക്ക് കിട്ടുക മാക്സിമം ഡിഡക്ഷൻ 25,000 ആണ് സെൽഫ് മാത്രമാണെങ്കിൽ വരുന്നത്. ഓക്കെ, ഇപ്പോൾ 25,000 മാത്രമേ ഡിഡക്ഷൻ കിട്ടും. ക്വസ്റ്റ്യനിൽ 32,000 തന്നിട്ടുണ്ട്, പക്ഷെങ്കിൽ നമുക്ക് 25,000 ആണ് മാക്സിമം ഡിഡക്ഷൻ അതിൽ കിട്ടുന്നത്. ഓക്കെ, ഇനി അതേപോലെ നെക്സ്റ്റ് വരുന്ന ഏതാണ്? ഡൊണേഷൻ ടു നാഷണൽ ഡിഫൻസ് ഫണ്ടാണ്. ഇത് 80G ആണ്. 80Gയിൽ 100% നോ ലിമിറ്റ് ഡൊണേഷനാണ് ഇവിടെ നാഷണൽ ഡിഫൻസ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത്. ഇപ്പോൾ 10,000 ഫുള്ള് ഡിഡക്ഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ടോട്ടൽ ഇത് ഔട്ടർ കോളത്തിലേക്ക് മാറ്റി എഴുതുന്നു. 1,01,000 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് ഔട്ടർ കോളത്തിലേക്ക് കൊടുക്കുന്നു. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നേരത്തെ ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടെത്തിയിരുന്നു 10,29,300. അതിൽ നിന്ന് 1,00,000 നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 9,28,300 എന്ന് കിട്ടും. ഈ കിട്ടുന്നത് എന്താണ്? ടോട്ടൽ ഇൻകമാണ്. ഓക്കെ, ടോട്ടൽ ഇൻകമാണ് ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഇൻകം 9,28,300 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കാൽക്കുലേഷൻ നടത്തേണ്ടത്, അതായത് ടോട്ടൽ ഇൻകം കാൽക്കുലേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കാണേണ്ടത് എന്താണ്? ടാക്സ് ലയബിലിറ്റി ആണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി. ഓക്കെ, ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ക്വസ്റ്റ്യനിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ടാക്സ് ഓൺ LTCG. ഓക്കെ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ ടാക്സ് റേറ്റ് എത്രയാണ്? 20% വരുന്നത്. ഇവിടെ 28,000 ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത്. ഈ 28,000-ന് എത്ര ശതമാനം? 20%. ഓക്കെ, 28,000-ൻ്റെ 20% നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും? 5,600 എന്ന് കിട്ടും. 5,600. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വിന്നിങ് ഫ്രം ലോട്ടറി പോലെയുള്ള ക്യാഷ്വൽ ഇൻകംസ് ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനത്തെ ഒന്നും ക്വസ്റ്റ്യനിൽ ഇല്ലാത്തത് കൊണ്ട് അടുത്ത നമ്മൾ ബാലൻസ് എമൗണ്ട് കാണുന്നു. ഓക്കെ, ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത 9,28,300 ആയിരുന്നു ടോട്ടൽ ഇൻകം. അതിൽ നിന്നും 28,000-ൻ്റെ ടാക്സ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ കണ്ടെത്തി. ഓക്കെ, അതായത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ ടാക്സ് കണ്ടെത്തി. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 9,300,000 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ടാക്സാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ,
9,300,000 എന്നതിൻ്റെ ടാക്സാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ആദ്യം ഫസ്റ്റ് 2,50,000 എന്ത് വരില്ല, ടാക്സ് വരില്ല. ടാക്സ് എന്താണ്, നില്ലാണ്. ദെൻ നെക്സ്റ്റ് 2,50,000 എത്ര ശതമാനം, 5%. അതായത് എത്ര വരും, 12,500 വരും. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്ന ബാലൻസ്, അതായത് അടുത്ത 5 ലാഖിനാണ് റേറ്റ് വരുന്നത്. അപ്പം ബാലൻസ് എത്രയാണ് ഇവിടെ, 9,300,000 5 ലാഖ് പോയി. ഇപ്പോൾ 4,300,000 വരും. അതിന് എത്ര ശതമാനം അടുത്ത റേറ്റ് വരുന്നത്, 20% ആണ് വരുന്നത്. ഓക്കെ. 80,060 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ 5,600, 12,500, ദെൻ 80,060. ഓക്കെ. ഇതിനെയൊക്കെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 98,160 എന്ന് കിട്ടും. ഓക്കെ. ഇനി ഇതിൻ്റെ കൂടെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആഡ് ചെയ്യണം. HEC എത്രയാണ്, മറ്റ് 4% ആഡ് ചെയ്യണം. ഓക്കെ. ഇതിൻ്റെ 4%നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് 98,160 എന്നതിൻ്റെ 4% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 3,926 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ ഈ ഒരു 98,160യുടെ കൂടെ ആഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1,02,086 എന്ന് ആൻസർ കിട്ടും. ഇതാണ് ടോട്ടൽ ടാക്സ് പേബിൾ വരുന്നത്. ഓക്കെ. ടോട്ടൽ ടാക്സ് പേബിൾ എന്ന് പറഞ്ഞിട്ട് 1,02,086 എന്ന് ആൻസർ കിട്ടും. ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വീണ്ടും കാണാം. താങ്ക് യു.